ആപ്പിൾ ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്ന ഒരു കാര്യമായിരുന്നു എയർ ഡ്രോപ്പ് എന്നുള്ളത്. അതുമല്ലെങ്കിൽ ഒരു ഐഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഐഫോൺ വാങ്ങുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കോ അതല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്ന് മാക്കിലേക്കോ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ട്രാൻസ്ഫർ ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട് എങ്കിലും അതിനൊക്കെ പല രീതിയിലുള്ള പോരായ്മകളുമുണ്ട്. ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റമിലെ ഏറ്റവും പ്രധാനമായ ഒരു ഫീച്ചറാണല്ലോ എയർ ഡ്രോപ്പ് എന്നുള്ളത്. അതിനെ വെല്ലുവിളിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നില്ല ആൻഡ്രോയിഡ് ഫോണിൽ. എന്നാൽ ആൻഡ്രോയിഡിന് അതല്ലെങ്കിൽ ഗൂഗിളിന് അത്തരത്തിലുള്ള ഒന്ന് കൊണ്ടുവരാനും സാധിച്ചിട്ടില്ല. അതിന് പകരം നമുക്ക് നിരവധിയായിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളൊക്കെ ലഭിക്കുന്നുണ്ട് എങ്കിലും അവ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഫോണുകളുമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ രണ്ട് ആപ്പുകൾ വഴി ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കൊട്ടിയിട്ടുണ്ടാവും. കാരണം നിരവധി തവണ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും ചില സമയങ്ങളിൽ കണക്റ്റ് ആവുന്നത്. ഇനി അഥവാ കണക്റ്റായി ഫയൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇടയ്ക്ക് വെച്ചത് സ്റ്റോപ്പായി പോവുകയാണ്. അതല്ലെങ്കിൽ ആപ്പിൾ ഫോണിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഗ്യാലറിയിലേക്ക് മാറ്റുന്നതൊക്കെ ചില ആപ്ലിക്കേഷനുകളിൽ വളരെയേറെ ബുദ്ധിമുട്ടാകുന്നൊരു കാര്യവും കൂടിയാണ്. എന്നാൽ അതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് ഏറ്റവും ഫാസ്റ്റിൽ എയർ ഡ്രോപ്പിനേക്കാൾ കൂടുതൽ ഫാസ്റ്റിൽ എന്ന് തന്നെ പറയാം. ഞാൻ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത്രയും ഫാസ്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് യാതൊരുവിധ വൈഫൈ കണക്ഷൻ്റെ ആവശ്യവുമില്ലാതെ അഥവാ നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം ഡിവൈസുകൾ കണക്ട് ചെയ്യണമെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സിമ്പിളായി ഒരു പരസ്യത്തിൻ്റെ ശല്യവുമില്ലാതെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കോ അതല്ലെങ്കിൽ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കോ അതല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്ന് മാക്കിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഫയലുകൾ എത്ര വലിയ ഫയലുകളായാലും ഒട്ടും ക്വാളിറ്റി നഷ്ടപ്പെടാതെ സ്പീഡും ഒട്ടും കുറവില്ലാതെ വളരെ ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ തീർച്ചയായും ഐഫോൺ ഉപഭോക്താക്കൾക്കും ആൻഡ്രോയിഡ് ഫോൺ ഉപഭോക്താക്കൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഐഫോൺ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ട് വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ എന്നും എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡിവൈസിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആൻഡ്രോയിഡിലായാലും ഐഫോണിലായാലും മാക്കിലായാലും അതല്ലെങ്കിൽ വിൻഡോസിൻ്റെ PC-യിലായാലും വളരെ ഫാസ്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ യാതൊരുവിധ പരസ്യത്തിൻ്റെ ശല്യമോ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇടയ്ക്ക് വെച്ച് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്റ്റോപ്പായി പോവുകയോ അങ്ങനെയുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സംഗതി ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നതാണ്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഡാറ്റ നഷ്ടപ്പെടുമോ എന്നുള്ളത്. യാതൊരുവിധ ഡാറ്റയും നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അയക്കുന്ന ഫയൽ എത്രയാണോ ആ ഒരു ഫയൽ കൃത്യമായിട്ട് യാതൊരുവിധ ഡാറ്റ നഷ്ടപ്പെടാതെ, നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഡാറ്റ ആയാലും ശരി അതല്ലെങ്കിൽ ഫയലിൻ്റെ ഡാറ്റ ആയാലും ശരി, ഒട്ടും നഷ്ടപ്പെടാതെ സീംലെസ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. അത് എത്ര വലിയ ഫയൽ ആയിക്കോട്ടെ, ഫ്രീ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് അയക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ആവശ്യമായ ഡിവൈസിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. ഇമെയിൽ ID ലോഗിൻ ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്കിവിടെ യാതൊരുവിധ പ്രൈവസി ലോസും ഉണ്ടാകുന്നില്ല. കാരണം ഇമെയിൽ IDക്ക് നിങ്ങൾ പാസ്വേഡ് നൽകുന്നതിന് പകരം നിങ്ങളുടെ മെയിൽ IDയിലേക്ക് ഒരു OTP വരികയാണ് ചെയ്യുന്നത്. ആ OTP ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിതിലേക്ക് സിമ്പിളായി ലോഗിൻ ചെയ്യാം. ഞാൻ എൻ്റെ ഇമെയിൽ ID നൽകി ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ IDയിലേക്ക്, നിങ്ങൾ നൽകിയ മെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഈ കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് ഡിവൈസിൽ ഉപയോഗിച്ചാലും ഇതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം ആ കോഡ് വെരിഫൈ ആകുന്നതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് സെയിം ഇമെയിൽ ID ലോഗിൻ ചെയ്ത ഏതൊക്കെ ഡിവൈസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫയലുകൾ സെൻഡ് ചെയ്യുന്നതും അതേ രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക്, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ, ഏത് ഫോണിലേക്കാണെങ്കിലും ആ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്ത രീതിയിൽ തന്നെ അതേ ഇമെയിൽ ID വെച്ച് അടുത്ത ഫോണിലും ലോഗിൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോണിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഏത് മെയിൽ ID ആണോ
നൽകിയിരിക്കുന്നത് അതേ മെയിൽ ഐ ഡിയിൽ തന്നെ ലോഗിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, നിങ്ങളുടെ മെയിൽ ഈ ഫോണിൽ രജിസ്റ്റർ ആകില്ലേ എന്ന്. മെയിൽ ഐ ഡി ഒരിക്കലും രജിസ്റ്റർ ആകുകയില്ല. കാരണം നേരത്തെ ചെയ്തതുപോലെ OTP വഴിയാണ് ഇതിൽ ലോഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ഡിവൈസുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെയിലുമായി ബന്ധപ്പെട്ട യാതൊരു ഡാറ്റയും ലീക്ക് ആവുകയുമില്ല. അത്തരത്തിലുള്ള യാതൊരു കൺഫ്യൂഷനും ആവശ്യമില്ല. നിങ്ങൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ 2 ഫോണിലും നിങ്ങൾക്ക് 2 ഡിവൈസുകളുടെ പേരും കാണാൻ സാധിക്കും. അഥവാ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഐഫോണിൻ്റെതും അതിൽ ഐഫോണിൽ ആൻഡ്രോയിഡിൻ്റെതും കാണാം. അതല്ലെങ്കിൽ മറ്റ് ഡിവൈസാണ് നിങ്ങൾ കണക്ട് ചെയ്തതെങ്കിൽ ആ ഡിവൈസിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെയായിട്ട് നിങ്ങൾക്ക് സെൻഡ് സംതിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഫോട്ടോ ആണോ വീഡിയോ ആണോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ അയച്ച ഫയലുകൾ ട്രാൻസ്ഫറായി വന്നത് നിങ്ങൾക്ക് കാണാം. ഐഫോണിലേക്ക് റിസീവ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് അതിനെ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. വളരെ സിമ്പിളാണ്, യാതൊരുവിധ പരസ്യവുമില്ല, സ്ട്രീംലെസ് ആയിട്ട് ഒരു തടസ്സവുമില്ലാതെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റായി അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി ഇതിനേക്കാൾ മികച്ചത് ഏതെങ്കിലും ഉണ്ട് എങ്കിൽ അതും മടിക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. എല്ലാവർക്കും തീർച്ചയായും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.